സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കാതെ മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രിയായപ്പോൾ നടപ്പാക്കുമോ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച വായടപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആഞ്ഞടിച്ചു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് നിയമസഭ തള്ളി. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ്, LPG വിലവർദ്ധനവ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിരൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്നതായും ഇതിൽ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർവ്വമേഖലയിലും ജനം വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുകയാണെന്ന് മുൻ ധനമന്ത്രിയും പ്രമേയ അവതാരകനുമായ KN ബാലഗോപാൽ പറഞ്ഞു. ആളുകളുടെ യാത്രയെ ബാധിക്കും, സാധനങ്ങളുടെ വിലയെ ബാധിക്കും, ഫിഷിംഗ് ബോട്ടിന്റെ രംഗത്ത് ഫിഷിങ്ങിന് പോകുന്നതിന് ബാധിക്കും, എല്ലാ തൊഴിലിനെയും, ടൂറിസം മേഖലയെ ബാധിക്കും, എല്ലാം ബാധിക്കും. സാർ, ടാറിങ്ങിന്റെ പണി പറഞ്ഞു അത്ര നാളുകളായി റോഡ് പണി നടക്കുന്നില്ല, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല. സാർ, ഹോട്ടലുകളിൽ ഇപ്പോൾ പല സ്ഥലത്തും ഊണില്ല, പാഴ്സൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്ന നിലയിലല്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിനകത്ത് കൃത്യമായൊരു നിലപാട് വേണം. ഇവിടെ ഈ വർധന കൃത്യമായിട്ട് അവർക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. സാർ, ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്. അതിനകത്തും കേന്ദ്ര ഗവൺമെന്റിനോട് ഈ കാര്യങ്ങൾ പറയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കണം. ഏറ്റവും വലിയ കൊള്ളയടിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, അതിന് യാതൊരു സംശയമില്ല. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ കൊള്ളയടിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റും അതിന്റെ കൂടെ തന്നെ ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് എടുക്കുന്നു എന്നതാണ്. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ട് എന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി എന്നാൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറായില്ല. ഒപ്പം കാര്യങ്ങൾ പഠിച്ച് തുടർ നടപടിയെടുക്കാം എന്ന മറുപടിയാണ് നൽകിയത്. വിലക്കയറ്റത്തിൽ സർക്കാർ എന്ത് അടിയന്തര നടപടിയെടുക്കും എന്നതും അദ്ദേഹം വ്യക്തമാക്കിയില്ല. പകരം ധവളപത്രമിറക്കും എന്ന മറുപടി മാത്രമായിരുന്നു മുഖ്യമന്ത്രിക്ക്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവും വാണിജ്യ ഗാർഹിക പാചകവാതകത്തിന്റെ വില വർധനവ് തീർച്ചയായിട്ടും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും നമ്മുടെ നാണ്യപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഏത് തരത്തിൽ സംസ്ഥാനത്ത് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, നാണ്യപ്പെരുപ്പം എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. സകല മേഖലയും സ്തംഭനത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളം ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി നികുതി ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഇന്ധനവില മാത്രമല്ല, ഓയിൽ, ടയർ ഇവയുടെയെല്ലാം വില വിപണിയിൽ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഗ്രീസിന് മാത്രം കിലോഗ്രാമിന് 60 രൂപയോളം കൂടിയിരിക്കുകയാണ്. ഓട്ടോ ടാക്സി മേഖലയും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർ, ഈ ഭാരമെല്ലാം വന്ന് വീഴാൻ പോകുന്നത് സാധാരണക്കാരുടെ തലയിലാണ്. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് വരുമ്പോൾ നമുക്ക് കാണാം. ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. വിലക്കയറ്റം ഉണ്ടെന്ന് സമ്മതിച്ച സർക്കാർ പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി എന്തിടപെടൽ നടത്തുമെന്ന് പറയാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.